വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ പുറത്തു പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാനും. അങ്ങനെ എൻ്റെ ഇന്നത്തെ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് ഇൻഫോസിസിനടുത്ത് കഴക്കൂട്ടം ഹലായിസ് ഔട്ട്ലെറ്റിലാണ് ഞങ്ങളിന്ന് ഭക്ഷണം കഴിക്കാൻ പോയത്. എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നതിൽ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ബിരിയാണി. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, കൊഞ്ചു ബിരിയാണി, അങ്ങനെ ബിരിയാണികളുടെ ലിസ്റ്റ് നീണ്ടുകൊണ്ടേയിരിക്കും. ഏകദേശം 1.5 വർഷത്തിന് മുൻപാണ് ഹലായിസിൻ്റെ ഒരു ഔട്ട്ലെറ്റിൽ നിന്നും ഞാനൊരു മട്ടൻ ദം ബിരിയാണി കഴിക്കുന്നത്. അന്ന് കഴിച്ച അതേ ടേസ്റ്റ് ഒന്ന് പുതുക്കാൻ വേണ്ടി ഹലായിസിലേക്ക് മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്ന ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചത് ചിക്കൻ ദം ബിരിയാണിയാണെന്ന് മാത്രം. ചിക്കൻ ദം ബിരിയാണി വന്നതിന് ശേഷം ആ പാത്രം തുറന്നപ്പോഴുള്ളൊരു മണം ഉണ്ടല്ലോ, വല്ലാഹ്, അത് ഹലായിസിൻ്റെ ദം ബിരിയാണിയിൽ മാത്രം കിട്ടുന്നൊരു മണമാണ്. എന്തായാലും മട്ടൻ ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു മട്ടൻ റോസ്റ്റ് ആവാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരു പ്ലേറ്റ് മട്ടൻ റോസ്റ്റും ഒരു നെച്ചോറും ഓർഡർ ചെയ്തു. മട്ടൻ്റെ ഏതെങ്കിലും ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഉദ്ദേശിച്ച് ഓർഡർ ചെയ്ത മട്ടൻ റോസ്റ്റ് ചിക്കൻ ദം ബിരിയാണിയേക്കാൾ കടത്തി വെട്ടുന്ന ടേസ്റ്റ് ആയിരുന്നുവെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. പണ്ട് മുതലേ ബിരിയാണിയോ മന്തിയോ കഴിച്ചാൽ ഒരു ലൈം അത് മസ്റ്റാണ്. അങ്ങനെ എനിക്കൊരു ജിഞ്ചർ ലൈമും ഇക്കാക്കൊരു മിൻറ്റ് ലൈമും ഓർഡർ ചെയ്തു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിറങ്ങിയപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞിരുന്നു. സൂര്യൻ നേരെ തലയ്ക്കുമേൽ നിൽക്കുന്നത് കണ്ട് കുറച്ച് വർത്താനം പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് പതിയെ യാത്ര തിരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ അടുത്തായി ഞാൻ വായിച്ചതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കോട്ടുണ്ട്. ഇഫ് യു വാണ്ട് ടു കോൺകർ ഫിയർ, ഡോണ്ട് സിറ്റ് ഹോം ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഗോ ഔട്ട് ആൻഡ് ഗെറ്റ് ബിസി. നമ്മുടെ ഭയങ്ങൾ നേരിടേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റൊരാളും നമുക്കൊപ്പം ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് ഓരോരുത്തരിലും ഉണ്ടാകട്ടെ. ബി കൈൻഡ് ടു അതേഴ്സ് ആൻഡ് ലിവ് യുവർ ലൈഫ്.